ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം പ്രമാണിച്ചുള്ള ഡീപ്പ് ക്ലീനിങ്ങിന്റെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്തത് സിറ്റ് ഔട്ടും പിന്നെ ഒരു ബെഡ്റൂമും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കിടക്കുന്ന നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, അതും ഹാളും ഇത് രണ്ടും ക്ലീൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേഗം ക്ലീനിങ്ങിലോട്ട് പോകാം. അങ്ങനെ ഞാൻ ദേ റൂമിലോട്ട് വന്നിട്ടുണ്ട്. റൂമിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ, വലയൊക്കെ ഉണ്ട്, പൊടിയുണ്ട്. പിന്നെ അതുപോലെ ദേ ഇവിടെ കുറച്ച് അഴുക്കുണ്ട്, അതൊന്ന് തേച്ച് കുറച്ച് കഴുകി മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഈ സൈഡിലൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു രീതിയിൽ വലയൊക്കെ ഉണ്ട്, അപ്പോൾ ഫാന് അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഈ ഡോറും ഒക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ. പിന്നെ തറയിൽ കട്ടിലിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും തുറക്കാത്തൊരു പാളിയാണ് ആ ജനലിൻ്റെത്, അതൊക്കെ തുറന്നു വെച്ചു. പിന്നെ നമ്മുടെ ജനലിലിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ തലയണ, കമ്പിളി, ആ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ബെഡിൽ വിരിച്ചിട്ടേക്കുന്ന ഷീറ്റ് ഞാൻ മാറ്റുന്നില്ല, കാരണം വലയൊക്കെ വന്ന് അതിൽ വീഴുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റുന്നതാണ് എളുപ്പം. ഏറ്റവും മേളിൽ നിന്ന് എപ്പോഴും താഴോട്ട് ക്ലീൻ ചെയ്ത് വരുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഫാൻ ആദ്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേയുള്ള ഡീപ്പ് ക്ലീനിങ്ങിൽ നമ്മൾ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം പൊടിയില്ല എന്നാണ് വിചാരിച്ചത്. തൊട്ടതും നല്ലോണം വലയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുവരിലുള്ള വലയൊക്കെ എടുത്തു. പിന്നെ ഈ ഫോട്ടോയിലൊക്കെ അത്യാവശ്യം വലയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ ഇതിൻ്റെ മേളിൽ പായയും അങ്ങനെ നമ്മുടെ കൊതുകിൻ്റെ നെറ്റുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഉള്ളിലോട്ട് എടുത്ത് വെച്ചു. അവിടെയൊന്നും കയറി നിന്ന് ചെയ്യാനുള്ള അതൊന്നും ഇല്ല, സംവിധാനം എൻ്റെ ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ജനലിലുള്ള വലയൊക്കെ ആദ്യം തന്നെ പൊടിയൊക്കെ തട്ടിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മോൻ അവിടെ ബെഡിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് കളിയാണ് കേട്ടോ, അതാണ് ഇടയ്ക്കിടയ്ക്ക് അവനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ജനലിലെ ഗ്ലാസ്സൊക്കെ ഒന്ന് തട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടെ വലയൊക്കെ പിടിച്ചിരുന്നതൊക്കെ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷീറ്റ് അങ്ങ് എടുത്ത് മാറ്റി കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ബെഡിലൊന്നും വീഴുമില്ല, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്ത് അവിടുത്തെ പണിയങ്ങ് കഴിയും. പിന്നെ ദേ ഇവിടെ അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് മോൻ്റെ മരുന്ന്, നമ്മുടെ കുടിക്കുന്ന വെള്ളമൊക്കെ ഇവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ വീണിട്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് കഴുകിയെടുത്തപ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഈ റൂമിലത്. കാരണം മോൻ ഇവിടെ നിന്നിട്ട് ഈ കട്ടിൽ നിന്നിട്ട് ഈ കമ്പിയിലോട്ട് പിടിച്ചിങ്ങനെ കയറുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് തുടച്ചിട്ട് കൊടുത്തു, കയ്യിൽ കഴുകാവുന്നതുകൊണ്ട്. ഇതാണ് ഈ റൂമിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ പണി. ഈ ബെഡൊക്കെ ഒന്ന് നീക്കി ഇതിനടിയിലുള്ള വേസ്റ്റൊക്കെ എടുക്കുക എന്നുള്ളത് ഇച്ചിരി പാടാണ് കേട്ടോ. പിന്നെ എപ്പോഴും കട്ടിലിൻ്റെ അടിയിൽ വല ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് നീക്കിയൊക്കെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം അടിച്ച് ഒതുക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഹാളിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുത്ത ബാക്കി പരിപാടിക്ക് നിന്നത്. ആദ്യം ഈ ഫാനാണ് ഞാൻ തുടച്ചെടുത്തത് കേട്ടോ. ഇതിപ്പോൾ അധികം അങ്ങനെ യൂസ് ഇല്ല, നമ്മൾ ചൂട് സമയത്താണ് എപ്പോഴും ഇതും കൂടെ ഇടാറുള്ളത്. ഇപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ അധികം യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫിലൊന്നും പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കട്ടിലിൽ കുറച്ച് സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ടുള്ള പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തു. ഇപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ അലമാരയിൽ അധികം പൊടിയൊന്നുമില്ല, കഴിഞ്ഞ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തത് കൊണ്ട് അധികം പൊടിയൊന്നുമില്ല. പക്ഷേ ഗ്ലാസ് തുടച്ചപ്പോൾ നന്നായിട്ട് പൊടി മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ്സിൽ അത്യാവശ്യം പൊടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോസ് ഇത് രണ്ടെണ്ണം ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറ് ഇല്ല, അതങ്ങനെ തുടയ്ക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ചു. പിന്നെ ബെഡ്ഷീറ്റും കൂടെ ഞാൻ മാറ്റി വിരിച്ചിട്ടുണ്ട്, കമ്പിളിയൊക്കെ പടക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടി വി വെച്ചേക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെതല്ല, ഈ വീട്ടിലുള്ള ആൾക്കാരുടേതായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ടേബിളിലെ ഡ്രോയർ തുറന്നപ്പോൾ അതിനകത്ത് മൊത്തം സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അവിടെ കിടന്ന സാധനങ്ങളൊക്കെ ഞാൻ ആ ഡ്രോയറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വലയൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാളിൽ പൊതുവേ വല കുറവാണ്. അത് എത്ര നമ്മൾ അടിക്കാതിട്ടിരുന്നാലും ഹാളിൽ അങ്ങനെ വല വരില്ല. പക്ഷേ രണ്ട് റൂമിലും നമ്മുടെ സിറ്റ് ഔട്ടിൽ നന്നായിട്ട് വല വരും കേട്ടോ. അങ്ങനെ അതൊക്കെ അടിച്ചു. പിന്നെ ഞാൻ ഈ ഡോറ് വല അപ്പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിച്ചതാണ്. ഇന്നലെ നമ്മൾ അവിടെ ഡീപ്പ് ക്ലീൻ ചെയ്തതാണല്ലോ. പിന്നെ ഈ ടേബിളിൻ്റെ നമ്മുടെ ഈ ചെറിയ ടീപ്പോ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലൊക്കെ ഇച്ചിരി വലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇളക്കിയൊക്കെ അടിച്ചു. പിന്നെ ആ ടേബിൾ കിടക്കുന്നില്ലേ, അതിൻ്റെ അടിയിലും അത്യാവശ്യം ഇങ്ങനെ പൊടി വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് മാറ്റി, ജനലൊക്കെ അടിച്ച് വലയൊക്കെ എടുത്തു. പിന്നെ സോഫ ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഉണ്ടായിരുന്ന പൊടിയൊക്കെ ഞാനൊന്ന് തട്ടിയൊക്കെ മാറ്റി, എന്നിട്ട് സോഫയൊക്കെ നീക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പൊടിയെല്ലാം ആദ്യം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ മേളിൽ ഫാൻ ഉണ്ട്, പക്ഷേ അത് നമ്മളങ്ങനെ ഇടാറില്ല, അതിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട്. നമ്മൾ എപ്പോഴും ഇടുന്ന ഫാന് ഞാൻ സോഫയുടെ പുറത്ത് കയറി നിന്നിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വല. പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ ഇതും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തൊട്ടിലിനകത്തിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഒന്നുകൂടെ എനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇപ്പം കുറച്ചുകൂടെ അന്ന് മാറ്റിയതിനേക്കാളും കുറച്ചുകൂടെ സാധനങ്ങൾ മാറ്റാനുണ്ടെന്ന് എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ തൊട്ടിലിൽ കിടക്കുന്ന സ്പോഞ്ചൊക്കെ ഒന്നെടുത്ത് അടിച്ച് ഒക്കെ വെക്കണം. വലയൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും ചെറിയ രീതിയിൽ വേട്ടവളേൻ്റെ ഒരു കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തട്ടിയൊക്കെ മാറ്റിയിട്ട് തിരിച്ച് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ കളിക്കുന്ന സാധനങ്ങൾ മാത്രമേ എടുത്ത് വെച്ചു, ബാക്കിയെല്ലാം ഞാൻ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാളിൽ ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നു എൻ്റെ തൊട്ടിൽ. അപ്പോൾ അതെന്തായാലും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലൊക്കെ വലയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഡൈനിങ് ടേബിളിൻ്റെ അടിയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിവശത്തൊക്കെ വലയുണ്ടായിരുന്നു, ഗ്ലാസിൻ്റെ താഴെ. അതൊക്കെ അടിച്ചെടുത്ത് മൊത്തം പൊടിയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടേ.
പിന്നെ ഞാൻ ചെയ്തത് തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാദ്യം ഞാൻ റൂമൊക്കെ തുടച്ചു. പിന്നെ ഈ ഡോർ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അഴുക്കുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോപ്പ് വെച്ച് ആ ഡോറൊക്കെ തുടച്ചതിന് ശേഷം ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിവശം നന്നായിട്ട് തുടച്ചെടുത്തു. എന്നിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലോട്ട് നിന്നത് കേട്ടോ. കാരണം അവിടെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ തുടയ്ക്കാൻ പറ്റില്ല. ചെയർ കിടക്കുന്നതുകൊണ്ട് ഞാൻ ചെയറിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും എപ്പോഴും തുടയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റേതായ അഴുക്കുണ്ടായിരുന്നേ. പിന്നെ ചെയർ തുടയ്ക്കാൻ വേണ്ടി ഇപ്രാവശ്യം ഞാൻ തുണി നനച്ചെടുത്ത് അങ്ങനെ പോയി വന്നില്ല. പകരം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതെടുത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം തുണി വെച്ച് തുടച്ചെടുത്തു. അപ്പോൾ എനിക്ക് അത്രയും സമയം ലാഭമായി, എന്നാൽ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊടിയൊക്കെ നന്നായിട്ട് കുതിർന്നൊക്കെ ഇരുന്നതുകൊണ്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ കസേരയും ഓരോന്നോരോന്നായിട്ട് തുടയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അച്ഛൻ തുണി അലക്കുന്നുണ്ട്, അവിടെ പോയി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഗ്ലാസ്സൊക്കെ തുടച്ചെടുത്തു. അതിൻ്റെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാലും എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ടേബിൾ മൊത്തം തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ അതിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് തൊട്ടിലൂടെ ഒന്ന് തുടച്ചെടുക്കണം. അതിപ്പോൾ നമ്മൾ ആ സ്പോഞ്ച് ഇരുന്നതിൻ്റെ അവിടെ തുടയ്ക്കണമെന്നില്ല, പക്ഷേ ഈ കമ്പിയിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് നോക്കി അതിൻ്റെ വീലും എല്ലാ സാധനവും ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മളത് തുടച്ചെടുക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഇന്ന് എന്തായാലും നന്നായിട്ട് നോക്കി ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് ഞാൻ ഒന്നും വിട്ടിട്ടില്ലേ. അങ്ങനെ അതും തുടച്ചതിന് ശേഷം ഞാൻ അത്രയും ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഈ പകുതി ഹാളിൻ്റെ പകുതി വരെ ഞാൻ അപ്പം തന്നെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം ഞാൻ പിന്നെയാണ് എല്ലാം ചെയ്തത്. അങ്ങനെ അവിടെ എല്ലാം തുടച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഫർണിച്ചർ തുടയ്ക്കാൻ വേണ്ടി വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 5 വർഷം ആയിട്ടുണ്ട് കേട്ടോ. വാങ്ങിച്ച സമയത്ത് ഒരിക്കൽ വാർണിഷ് അടിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തുടച്ചൊക്കെ എടുത്ത് വെക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ പുതിയതുപോലെ തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഈ വലിയ സോഫ തുടച്ചതിന് ശേഷം ഞാൻ ചെറിയതും നമ്മുടെ ചെയറും തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം തുടച്ചെടുത്ത് ലാസ്റ്റ് വീടെല്ലാം തുടച്ച് തീർന്നതിന് ശേഷം പിന്നെ മോപ്പ് മാറ്റിയിട്ടാണ് ഞാൻ ഈ സ്പോഞ്ച് നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ അതൊക്കെ തുടച്ചെടുത്തത് കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതൊക്കെ എപ്പോഴും കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ടേബിൾ ഇത് അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുപാട് ദിവസമായി ഇതിൻ്റെ കൈ തൊട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മോഡലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിന് ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പൊടി കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് നോക്കി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോണൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പൊടിയൊന്നുമില്ലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ തുണികശമൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തുടച്ചതിന് ശേഷം അതിൻ്റെ ഗ്ലാസ്സൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഫയുടെ സീറ്റൊക്കെ ഞാൻ തുടച്ച് അതും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഹാള് കിടക്കുന്നത്. നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ ഒരു പുതിയൊരു ഇതുപോലെ ഇങ്ങനെ തോന്നുന്ന ഒരു രീതിയിലൊരു ഫ്രഷ്നെസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ നമ്മുടെ തൊട്ടിൽ അടിപൊളിയായി, ഡൈനിങ് ഏരിയ അടിപൊളിയായി. പിന്നെ ആ ഷോക്കേസ് നമുക്കൊന്നും ചെയ്യാനില്ല, അതിൽ കൂടുതൽ അവരുടെ സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലധികം കൈയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ. പിന്നെ ഈ ബെഡും നമ്മൾ സെറ്റാക്കി തറയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ടി വിയിൽ കുറച്ച് പൊടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തുടച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഡോറൊക്കെ നന്നായിട്ട് തുടച്ച് സുന്ദരി കുട്ടപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആയപ്പോഴേക്കും എൻ്റെ ഹാളും നമ്മുടെ റൂമിൻ്റെയും ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ലീനിങ്. ഇനി അടുത്ത ക്ലീനിങ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.